ഹായ് നമസ്കാരം. ഞാനിവിടെ നല്ല അരിക്കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കറുമുറാന്ന് വറുത്ത് തിന്നാൻ നല്ലതാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അരി അരച്ചും ഉണ്ടാക്കാം. ഇത് അരിപ്പൊടി കൊണ്ടാണ്. അത് പിന്നെ നമ്മൾ എള്ള്, വറ്റൽമുളക് ഇതുകൂടെയാണ് എടുത്തിട്ടുള്ളത്. ജീരകം വേണേലും എടുക്കാം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ആ ബൗളിലേക്ക് ഇടുക. അരിപ്പൊടി എടുത്ത കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിന് ഒരു 2 കപ്പ് വെള്ളം ഈ ബൗളിലെ അരിപ്പൊടിക്കകത്തോട്ട് ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് ഇത് അരിപ്പൊടി ഒന്ന് കലർത്തിയെടുക്കണം. ഒട്ടും കട്ട ഉണ്ടാകാൻ പാടില്ല. അതാണ് അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഇതേപോലെ കലർത്തിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം. ഒത്തിരി ഉപ്പായിപ്പോല്ല കേട്ടോ, ഇച്ചിരി കുറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. എന്നിട്ട് ഇതുപോലെ കലക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഈ സമയത്ത് എള്ള് ചേർക്കാം. എള്ള്, ജീരകവും വേണേ ചേർക്കാം. എനിക്ക് ജീരകം നമുക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം ചേർത്തില്ലെന്നേ ഉള്ളൂ. കറിവേപ്പില നുറുക്കിയതും ചേർക്കാം. ഈ മുളകുണ്ടല്ലോ, അത് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചിട്ട് മിക്സിയിൽ തരിതരിപ്പായിട്ട് പൊടിച്ചിട്ട് ഇതിനകത്തിടാം. മുളക് പൊടി ഇടുന്നതിനെക്കാട്ടി രുചിയായിരിക്കും ഇത്. അതിന്റെ ആ മുളക് അരിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ അരിപ്പൊടി എടുത്ത പാത്രം ഉണ്ടല്ലോ, ആ പാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പാത്രത്തിൽ ഇനി ഒരു 2 കപ്പ് വെള്ളം ഒരു അടി കട്ടിയുള്ള നല്ല ഇച്ചിരി വലിയൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പ് കൂടെ എക്സ്ട്രാ ഒഴിക്കാം. ഒട്ടും കൂടി പോവല്ലേ, ഒരു 1/4 കപ്പ് 2.25 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇച്ചിരി വലിയ പാത്രത്തിൽ തിളപ്പിക്കണം. എന്നിട്ട് നന്നായിട്ട് ഈ വെള്ളം അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ അരി മിക്സ് ഉണ്ടല്ലോ, അരി മിക്സ് ഒഴിച്ചിട്ട് അടിയിൽ പിടിക്കാണ്ട് ഇതുപോലെ കൈ വിടാതെ ഇളക്കണം. ചെറിയ തീയിൽ വെച്ച് ഇളക്കണം. ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും. ഇതിങ്ങനെ വെന്ത് വരും. നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. നന്നായിട്ട് വെന്ത് വരുന്ന ആ സമയത്ത് ഇതിങ്ങനെ കുമ്പള മുകളിലോട്ട് പൊട്ടി വീഴും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പാത്രമോ വല്ലതും വെച്ച് ഒന്ന് അടച്ച് സൂക്ഷിച്ചു വേണം. അത് കയ്യിൽ വീണാൽ നന്നായിട്ട് പൊള്ളും. ഇതുപോലെ കുറുക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവം. ഈ പരുവാകുമ്പോൾ നമ്മൾ ഇത് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം. അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്താ ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന്. ഇതാ കണ്ടില്ലേ, നമ്മൾ ഇതിങ്ങനെ കോരി എടുത്ത് ഒഴിച്ച് കാണിച്ചു തരാം. ഇതേപോലെ തിക്കായിട്ട് വരണം. ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടി ഒന്ന് കട്ടിയാവും കേട്ടോ. അപ്പൊ ഇതിനെ തണുക്കാൻ വെക്കാം. ഇനി ഞാനിവിടെ സ്റ്റീൽ പാത്രത്തിലാണ് ഉണക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. അല്ലെ നല്ല വൃത്തിയുള്ള തുണിയിൽ ഉണക്കാം. പ്ലാസ്റ്റിക് കവറിൽ ചിലർ ഉണക്കാറുണ്ട്. എനിക്കത് അത്രയ്ക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നിട്ട് ഇതുപോലെ ഓരോരോ സ്പൂണിൽ എടുത്തിട്ട്, കൊച്ചു സ്പൂണിൽ മതി കേട്ടോ, ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് പരത്തി അങ്ങ് പപ്പടം പോലെ ആക്കണമെന്നില്ല. ഇതിങ്ങനെ ഉരുണ്ടുരുണ്ട് ഇരിക്കും. ഇത്ര കട്ടിയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിങ്ങനെ എല്ലാം ഞാൻ അതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. എനിക്കൊരു 4 പ്ലേറ്റിലേക്ക് കിട്ടി കേട്ടോ ഒരു കപ്പ് അരിപ്പൊടിയുടെ. ഇതിപ്പോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ ഒരു ഇത്ര ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഒരു സൈഡ് ഉണങ്ങി, ഒരു സൈഡ് ഇങ്ങനെ ഉണങ്ങാണ്ടിരിക്കും. അപ്പൊ നമ്മൾ രാവിലെ പിന്നെ അത് ഉണക്കി അങ്ങനെ ഒരു 2-3 ദിവസം ഉണക്കി കഴിഞ്ഞ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കിലുകിലാന്നൊരു ശബ്ദം വരത്തില്ല, അതുപോലത്തെ ആ ശബ്ദമായി കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഉണങ്ങും. ഒരു ഉണക്കൂടെ വേണേ ഉണക്കിക്കോളൂ. എടുത്ത് ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് വറുത്ത് കാണിക്കാം. ഒരു പാനെടുപ്പ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഇട്ടിട്ട് വേഗം ഇതങ്ങ് നല്ലതായിട്ട് അങ്ങ് പൊരിഞ്ഞു വരും. നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, വെറുതെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. അടിപൊളി വറ്റൽ റെഡി.